വയനാട്ടിലെ ഇടവക പഞ്ചായത്തുണ്ട്. ഇടവക പഞ്ചായത്തിലെ കല്ലോടിയിൽ നമ്മുടെ ഷെർലി ടീച്ചറുണ്ട്. ദാ കഴിഞ്ഞ 8-9 മാസമായിട്ട് ഈ കൂണുകളിൽ ഒരുപാട് പരീക്ഷണം നടത്താം, വിജയിക്കാം എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്ന ആളാണ് ഷെർലി ടീച്ചർ. ടീച്ചറെ 10-30 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പൊ കൂണിന്റെ കാര്യത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ 10-31 വർഷമായിട്ട് ഇവിടെ നമ്മുടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം എനിക്കൊരു അലർജിക് കഫ് വന്നു. 2-3 മാസം ലീവ് എടുത്തു. ലീവ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് സ്കൂളിൽ ചെന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചെറിയ കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് സൗണ്ടിനൊരു ബുദ്ധിമുട്ടൊക്കെ പോലെ. അപ്പം ഞാൻ കുറച്ച് സ്കൂളിൽ അടയ്ക്കുന്നവരെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ആയുധം പണി മുടക്കിയാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ എനിക്കൊരു വരുമാനമുള്ള എന്തെങ്കിലും വേണം, ജോലി വേണം. അതിന് ഞാൻ അന്വേഷിച്ചു. ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ ഈ കൂൺ കൃഷിയെക്കുറിച്ച് അറിയുന്നത്. അത് ഞാൻ വായിച്ചപ്പം വളരെ ലളിതവും എന്നാൽ ദിവസ വരുമാനമുള്ളതാണെന്നൊക്കെ കണ്ടപ്പം ഞാനൊന്നുകൂടെ വായിച്ചു. അപ്പോഴാണ് ഇതൊരു വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണെന്നുള്ളത് എനിക്ക് കിട്ടിയത്. അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. കാരണം എനിക്ക് വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻ്റ് ആണ്. എൻ്റെ മോള്, പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബന്ധുക്കാർ, എൻ്റെ ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഈ ഇൻസഫിഷ്യൻസി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഇത് ഒരു സമൂഹത്തിനും കൂടെ ഉപകാരമുള്ളൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അങ്ങനെയാണ് ഈ കൂൺ കൃഷിയിലേക്ക് വന്നത്. ഇവിടെ ചിപ്പിക്കൂണാണ് ഉള്ളത് അല്ലേ? അതെ, ഇവിടെ ചിപ്പിക്കൂടാണ്. ചിപ്പിക്കൂണിൽ 2-3 വെറൈറ്റി ഉണ്ട്. ഇത് CO2 കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തത്. ഇതും CO2 വരുന്നതാണ്. ഇത് HU വൈറ്റ് ആണ്. അവിടെ കാണുന്നതൊക്കെ HU വൈറ്റ് ആണ്. HU ഗ്രേ ഉണ്ടായിരുന്നു. ഇതൊക്കെ HU ഗ്രേയിലേക്ക് വരും. അങ്ങനെ 2-3 തരം ചിപ്പിക്കൂണിലെ 2-3 തരം കൂണാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. സാധാരണ 2 തരം ഉണ്ട്, ചിപ്പിക്കൂണുണ്ട്, പാൽക്കൂണുണ്ട്. ചിപ്പിക്കൂണ്, പാൽക്കൂണ്, ബട്ടൺ മഷ്റൂം ഉണ്ട്. ചിപ്പിക്കൂണിന് ടെമ്പറേച്ചർ കൂടുതൽ വേണം. മഷ്റൂമിന് പിന്നെ കുറച്ച് കേസിംഗ് ഒക്കെ ഉണ്ട്. അത് വേറെ, അതും ഇതുപോലെ AC റൂമിലാണ് അത് ചെയ്യുക. ഇത് നമ്മുടെ വയനാടിന്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ കൃഷി രീതിയാണ് ഇത്. ഞാൻ മനസ്സിലാക്കിയത് ടീച്ചർ മുമ്പ് ഇവിടെ വന്നിട്ട് കവുങ്ങുണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, കാപ്പി ഉണ്ടായിരുന്നു. കാപ്പി ഇതപ്പോ പൂവിട്ട് നിൽക്കണുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് എന്താ കൂണാവാൻ കാരണം? ഇത് നമുക്ക് പുറത്തിറങ്ങി എന്താ പറയാ, ഒരുപാട് കായിക അധ്വാനം വേണ്ട, ലളിതമാണ്. എന്നാൽ കാപ്പി, കുരുമുളകൊക്കെ വർഷത്തിൽ 1 പ്രാവശ്യം ഉണ്ടാകുക. ഈവൻ തേങ്ങ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. എന്നാലും അത്രയും വെയിറ്റ് ചെയ്യണ്ട. ഇത് 1 മാസത്തിനുള്ളിൽ ഇത് വിത്തിട്ട് 1 മാസം കഴിഞ്ഞാൽ, ദിവസവും നമ്മൾ വിത്തിടുകയാണെങ്കിൽ നമുക്ക് ദിവസവും ഇത് വരുമാനം ഉണ്ടാവും. ഇത് ദിവസവും പറിച്ചു കൊടുക്കുന്നു, ദിവസവും നമുക്ക് കാശ് കിട്ടുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എത്ര സ്ഥലമുണ്ട്? 5-6 ഏക്കർ സ്ഥലമുണ്ട് ടീച്ചർ അല്ലേ ഇവിടെ? അതെ, ഉണ്ട്. എത്ര? 6 ഏക്കറോളം ഉണ്ട്. ഒത്തിരി തേങ്ങ വിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞങ്ങള്. പക്ഷെ ഇപ്പൊ തെങ്ങിന്റെ മണ്ട ചെയ്യല്, തെങ്ങിന് അസുഖങ്ങളൊക്കെ വന്ന് ഇപ്പം എന്താ പറയാ, കൊപ്രയ്ക്കുള്ള കഷ്ടി നമ്മുടെ വീട്ടാവശ്യത്തിന് കൊപ്രയ്ക്ക് വേണ്ടിയുള്ള തേങ്ങ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. വെളിച്ചെണ്ണ പോലും ഞങ്ങൾ പലപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. കവുങ്ങും പോയി. കാപ്പി പക്ഷെ പൂത്തുണ്ട്. കാപ്പി എന്നാലും കാപ്പി ഇപ്പൊ പൂത്താലും അത് മഴയെ ആശ്രയിച്ചാണല്ലോ, ചൂടിനെയൊക്കെ ആശ്രയിച്ച്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. സമയത്ത് മഴ കിട്ടിയില്ലെങ്കിൽ പൂ കരിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാപ്പിക്കുണ്ട്. എന്നാലും തമ്മിൽ ഭേദം കാപ്പി തന്നെയാണ്. കുരുമുളക്, ദ്രുതവാട്ടം, അത് ഏതാണ്ട് ഓൾമോസ്റ്റ് തീരാറായി കുരുമുളകും.
നമുക്ക് കാപ്പി, കുരുമുളക്, കവുങ്ങ്, തെങ്ങൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മൾ മാത്രം പോരാ, നമ്മൾക്ക് വേറെ ആരെയെങ്കിലും ആശ്രയിക്കണം. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഈ തൊഴിലുറപ്പൊക്കെ വന്നതോടുകൂടി നമുക്ക് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാരെ കിട്ടാൻ ഇപ്പോൾ കുറവാണ്. അവർ പണിയിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഞാനൊരു പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈവൻ നമ്മുടെ പറമ്പിലെ പണികൾ പോലും പലതും നടക്കാതെ വരുന്നത് ഈ കുറവ് കൊണ്ടാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ മാത്രം ആരോഗ്യം ഉപയോഗിച്ച്, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു പണി എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ കൂൺ കൃഷിയിലേക്ക് തിരിഞ്ഞത്. കയ്യിൽ ഒതുങ്ങുന്നതാണ് മെയ്യധ്വാനം കുറവ് മതി കൂൺ കൃഷി. അതെ അതെ അതെ. സാധാരണ 3 തരം കൂടാന്ന് പറഞ്ഞു. ചിപ്പിക്കൂണുണ്ട്, പാൽക്കൂണുണ്ട്, ബട്ടർ കൂണുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവ. ഏതാണ്ട് 20ഓളം കൂണുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ പക്ഷെ നമുക്ക് ഈ സാധാരണ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഈ 3 എണ്ണമാണ് നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ ടീച്ചർ ഇപ്പൊ ചെയ്യുന്നത് ചിപ്പിക്കൂടാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ഏറ്റവും ലളിതമായിട്ടുള്ള കൃഷി രീതി ഈ ചിപ്പിക്കൂണിൻ്റെതാണ്. ഞാൻ ഇപ്പൊ തിരിച്ചു പോയിട്ട് എനിക്ക് കൂണ് കൃഷി നടത്തണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇതുപോലെ ഉണ്ടാക്കണമെന്നില്ല. ഇതൊരു ഹൈടെക് ഷെഡാണ്. ഈവൻ നമ്മുടെ റൂമിൽ പോലും നമുക്കിത് ചെയ്യാം. ബെഡ്റൂമിൽ ചെയ്യേണ്ടെന്ന് മാത്രം. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ഓക്സിജൻ ഇത് അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂം ഒഴിച്ച് ബാക്കി ഏത് റൂമിലും, ഏത് നീറ്റായിട്ടുള്ള വൃത്തിയുള്ള ഏത് റൂമിലും ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയാണ് ഇത്. പിന്നെ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഷെഡൊക്കെ വേണം. ഷെഡ് കെട്ടി പിന്നെ അതിൻ്റെ കൂണ് വളരാനുള്ള ഒരു മാധ്യമം വേണമല്ലോ. അപ്പോൾ ആ മാധ്യമത്തിനായിട്ട് സാധാരണ വൈക്കോല്, റബ്ബറിൻ്റെ അറക്കപ്പൊടി, സ്റ്റെറിലൈസ് ചെയ്ത പെല്ലറ്റ്, ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇനി വാഴക്കച്ചി, കടലാസ്, അങ്ങനെ ചീഞ്ഞ ഉണക്കേല, അതിലൊക്കെ ഇത് കൃഷി ചെയ്യാം. പക്ഷെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വൈക്കോലോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ഈ പെല്ലറ്റോ നമ്മൾ ഉപയോഗിക്കാം. അതുകൊണ്ട് എങ്ങനെയാണ് ബെഡ് ഉണ്ടാക്കുക? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പെല്ലറ്റാണ്. 1 കിലോ പെല്ലറ്റ് എടുത്ത് 1.5 ലിറ്റർ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഈ PP കവറിലേക്ക്. സ്റ്റെറിലൈസ്ഡ് പെല്ലറ്റാണ്. അപ്പോൾ അത് വെള്ളം ഒഴിക്കുമ്പം അത് കുതിർന്നു വരുമ്പോൾ അത് പൗഡർ രൂപത്തിലേക്ക് വരും. അല്ല ടീച്ചർ, അപ്പോൾ ഈ കവർ ഉരുകുമോ? അതിനാണ് PP കവർ ഉപയോഗിക്കുന്നത്. പോളിപ്രൊപ്പലൈൻ കവർ ഉപയോഗിക്കുന്നത്. ഇതിനൊന്നും സംഭവിക്കില്ല. ഒരു 8 തുടങ്ങി 10 മണിക്കൂർ വരെ, 15 മണിക്കൂർ വരെ വെച്ചാൽ ഇതിങ്ങനെ കുതിർന്ന് ഇതിങ്ങനെ പൗഡർ രൂപത്തിലേക്ക് വരും. അത് പൊന്തി വരും. അപ്പം നമ്മളതൊന്ന് തട്ടിക്കൊടുക്കുക. കാരണം കുറച്ചുകൂടെ അത് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൗഡർ രൂപത്തിലേക്ക് വരാനായിട്ട്. പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ട് നനയ്ക്കുന്ന ആ പാകം ഉണ്ടല്ലോ, പുട്ട് നനയ്ക്കുന്ന ആ പാകം ആകും അപ്പോഴത്തേക്കും. ഈ 1 കിലോ പെല്ലറ്റിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും. അതിനുശേഷം അതിലേക്ക് നമ്മൾ 300 ഗ്രാമാണ് ഒരു പാക്കറ്റ് വിത്ത്. അതിൽ പകുതി വിത്ത്, 150 ഗ്രാം വിത്ത്. ഇതിൻ്റെ ഈ പല രീതിയിൽ നമുക്ക് വിത്ത് ഇതിനകത്ത് ഇടാം. ഞാൻ ഉപയോഗിക്കുന്നത് വിത്ത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഈ വിത്തിനെ ഇങ്ങനെ ഇതിൻ്റെ പുറമേയുള്ള പല ഭാഗങ്ങളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതൊരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് നല്ല, എന്താ പറയുക, ഇതിൻ്റെ മൈസീലിയം, ഇതിൻ്റെ ഫ്രൂട്ടിങ് ഇത് വളർന്ന് വെള്ള കളറിലേക്ക് വരും. ഒരു 17 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് മുട്ടുകൾ വരും. ചിലപ്പോൾ 17 ദിവസം മുതൽ ഏത് ദിവസം വരെ ഇത് മുട്ടുകൾ വളർന്ന് ഇതുപോലെ ഗുണമാകാം. ഇന്നിപ്പോ വിളവെടുക്കാൻ പോണേ ഉള്ളൂ. അതെ അതെ. സാധാരണ ഇതുപോലെ ഏർലി മോർണിംഗ് തന്നെ വിളവെടുപ്പ് നടക്കും. ഞാനൊരു 4 മണിക്ക് തുടങ്ങും. കുറച്ച് ദൂരെയുള്ള ഒരു 30 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ തന്നെ കൊടുക്കണമല്ലോ. ഈവൻ ഷോപ്പുകളിലേക്ക് കൊടുക്കണമെങ്കിലും രാവിലെ തന്നെ പോകണം. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ്. അപ്പോൾ ഇവിടെ ഈ ഹൈടെക് ഷെഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കണേ? ഇതുപോലെ അയൺ ബാർ കൊണ്ട് ഇതൊരു പെട്ടി പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ ഇൻസോ ബോർഡ്, ഒരു റബ്ബറൈസ്ഡ് തെർമോക്കളാണ്, അതുകൊണ്ട് കവർ ചെയ്യുക. അതിന്റെ ഉള്ളിൽ ഇതുപോലെ അലൂമിനിയം ബബിൾ ഷീറ്റ് കൊണ്ട് പൊതിയുക.
ഓക്കെ. അപ്പോൾ അലൂമിനിയം ബബിൾ ഷീറ്റ്, പിന്നെ ഇൻസോ ബോർഡ്, പിന്നെ ഈ അയൺ സ്ട്രക്ചർ. ഇതിപ്പോ 750 സ്ക്വയർ ഫീറ്റ്. അതെ, 750 സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് റൂമാണ്. ഓക്കെ. അപ്പോൾ ഇതിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? ഇത് എനിക്ക് ഇത് ഉണ്ടാക്കി തന്നത് ഔഷധിയുടെ മഷ്റൂം മാൻ എന്ന് പറയുന്ന ജഷീറാണ്. കോട്ടക്കൽ താമസിക്കുന്ന ആളാണ്. അവരാണ് എനിക്കിത് ഉണ്ടാക്കി തന്നെ. അത് സ്ക്വയർ ഫീറ്റിന് 1000 റുപ്പീസ് ആയിരുന്നു. ഒരു ബെഡ് വെക്കുമ്പോൾ എത്ര നാളി ബെഡ്? ഇത് 3 മാസം മുതൽ 5 മാസം വരെ എന്നാണ് പറയുന്നത്. പക്ഷെ 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മാറ്റേണ്ടി, ഞാൻ 3 മാസം ആകുമ്പോഴത്തേക്കും മാറ്റാറുണ്ട്.